ചരിത്ര ഗവേഷകനായ ഒരു അധ്യാപകൻ എനിക്ക് തന്ന ഒരു ഉപദേശം, ഇതെല്ലാം മാർത്താണ്ഡവർമ്മ ഒളിച്ചോടിയ കാലത്ത് അദ്ദേഹത്തിന് എവിടെല്ലാം ഒന്ന് ഒളിക്കാനുള്ള സങ്കേതം ഉണ്ടായോ ആ ഭാഗത്തെല്ലാം പിൽക്കാലത്ത് അധികാരം ലഭിച്ചതിന് ശേഷം അദ്ദേഹം പലതും ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് കൊട്ടാരക്കരയിൽ കിഴക്കേ തെരുവിലുള്ള മണികെട്ടിയ വീട്. അതുപോലെ കർഷകരാണ് ഇവിടെ ഉണ്ടായിരുന്നവർ മുഴുവൻ. തൊട്ടടുത്ത് പുഴയുണ്ട്, കല്ലടപ്പുഴയുണ്ട്, കല്ലടയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃഷിക്കാർക്കും മറ്റുമൊക്കെ വിശ്രമിക്കാനും അവരുടെ ദൈനംദിന കാര്യങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന രൂപത്തിൽ വിശ്രമിക്കാൻ വേണ്ടി തന്നെ ഇത്തരം മണ്ഡപങ്ങൾ അദ്ദേഹം ഒരുപാട് പിൽക്കാലത്ത് ചെയ്തു. ഈ മണ്ഡപങ്ങളുടെ രൂപകൽപ്പനയുടെ തുടക്കം പെരിന്തച്ചനാണെന്ന് ഒരു വിദഗ്ധൻ എന്നോട് പറഞ്ഞു. കാരണം ഒരുവിധപ്പെട്ട എല്ലാ മണ്ഡപങ്ങളുടെയും രൂപശൈലി ഒരുപോലെയാണ്. ചിലപ്പോൾ ആയിരിക്കാം, ഇതിനൊന്നും എഴുതപ്പെട്ട രേഖപ്പെടുത്തിയ യാതൊരു തെളിവുകളുമില്ല. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. പിന്നെ വേറൊന്ന്, എന്നെ ആകർഷിച്ച വേറൊരു ഘടകം, പുത്തൂരിൻ്റെ പരിസരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കളത്തട്ടുകളുള്ളത്. പുത്തൂര് രണ്ട് കൊട്ടാരക്കര താലൂക്കും പിന്നെ കുന്നത്തൂർ താലൂക്കും കൂടെ ചേരുന്ന ഭാഗമാണ് ഈ ഭാഗം, ഈ സ്ഥലമെല്ലാം. അപ്പോൾ ഇവിടെ ഒരുപാട് കളത്തട്ടുകളുണ്ട്. അതിന് 2-3-4 കാരണങ്ങളുണ്ട്. വളരെ കച്ചവടത്തിനും മറ്റുമൊക്കെ പോകുന്ന ആളുകൾ കളവണ്ടിയിൽ പോകുമ്പോൾ പുഴ കടക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യും. ആ സമയത്ത് അവർക്കൊന്ന് വിശ്രമിക്കാനാണ് ഇതുണ്ടാക്കിയത് എന്ന് തോന്നുന്നു. പിന്നെ ഈ കാണുന്ന കളത്തട്ടും മറ്റുമൊക്കെ ഒന്നാന്തരം തേക്കും തടിയിൽ വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് വേറൊരു വാർത്ത ഇതിലൊരു അധ്യാപകൻ പറയും. സാറേ, ഇത് ആറ്റുവാശ്ശേരിയാണോ? അതെ, ഇത് ആറ്റുവാശ്ശേരിയാണ്. വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ പിന്നെ ആറ്റുവാശ്ശേരി ഐവറുകാലയും തമ്മിലൊരു ബന്ധമുണ്ട്. ഐവറുകാല എന്ന് പറഞ്ഞാൽ 5 പേര്, അന്ന് പാണ്ഡവർ 5 പേര്. ഇത് ആറ്റുവാശ്ശേരി എന്ന് പറയുന്നത് നൂറ്റുവാശ്ശേരി, നൂറ്റവർ ഇവിടെ വന്നിരുന്നു. അപ്പോൾ നൂറ്റവരുടെ ഒരു സ്ഥലമായിരുന്നത് കൊണ്ട് അത് കാലാന്തരത്തിൽ പിന്നെ എന്താ ഇങ്ങനെ പറഞ്ഞ് അത് ആറ്റുവാശ്ശേരിയായി മാറിയെന്നാണ് പഴമക്കാർ പറയുന്നത്. ഇത് തുണ്ടിൽ കുടുംബക്കാരുടെയാണ്. ആറ്റുവാശ്ശേരി തുണ്ടിൽ കുടുംബമാണ്. ഇതിൻ്റെ മെയിൻ്റനൻസും ഇതിൻ്റെ എല്ലാം അവരെയാണ്. അവർക്ക് ഇത് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്നതിനൊക്കെ തൊട്ടപ്പുറത്ത് കുറച്ച് നിലം അവർക്ക് ഇതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ഇവിടെ സംഭാരം വിതരണം അല്ലെങ്കിൽ മോരും വെള്ളം വിതരണമുണ്ട്. ഈ ഉണക്ക സമയത്ത്, അത് ഉണക്ക സമയത്തല്ല, കണിയാവൈക ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ അന്നും മണ്ണടി ഉച്ചവരി ദിവസവുമാണ് ഇവിടെ സൗജന്യമായിട്ട് സംഭാരവും ഉപ്പിലിട്ട കടുമാങ്ങ എന്ന് പറയുന്നത്. വഴിപോക്കരായ ആളുകൾ ഈ ചന്തകളിലേക്കും മറ്റ് പല ഭാഗങ്ങളിലേക്കും പണ്ട് പോകുന്നത് വയലിലൂടെയാണ് അവരുടെ ഗതാഗത മാർഗം. അപ്പം പോകുന്ന വഴിക്ക് തലച്ചുമടുകൾ ഇറക്കി വയ്ക്കാനും വിശ്രമിക്കാനും ഒക്കെയുള്ള കേന്ദ്രങ്ങളായിരുന്നു ഈ കളത്തട്ടുകൾ എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാർ, ഇവിടെ ഈ കൽത്തൊട്ട് കാണുന്നല്ലോ, ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ചരിത്രമുണ്ടോ? ഇതൊരു വലിയ ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പാണ്. പണ്ട് ഇവിടെ ഒരു വയൽവാണിഭം ഉണ്ടായിരുന്നു. ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഈ കാണുന്നത് മൊത്തം വയലായിരുന്നു. വയലൊക്കെ ഇവിടുന്ന് കളിമണ്ണ് നോക്കി പോയതാണ്. അങ്ങനെ ഒരു സാധനമില്ല. അതിന് വയൽവാണിഭം ഉണ്ടാകും. വയൽവാണിഭത്തിൽ വളരെ പ്രധാനമായിട്ടുള്ളത് കാളച്ചന്ത. അപ്പം പല നാടുകളിൽ നിന്നും ഉരുക്കൾ ഇവിടെ വന്ന് ഇവിടുന്ന് കച്ചവടം നടത്തുന്ന ഒരവസ്ഥ. പിന്നെ മാത്രമല്ല, അന്ന് വെങ്കല സാധനങ്ങൾക്കാണല്ലോ, വെങ്കല പാത്രങ്ങൾക്കാണ് വളരെ പ്രാധാന്യം. അതിവിടെ ഇഷ്ടം പോലെ ഇവിടെ എത്തുമായിരുന്നു. ഒരു 7 ദിവസമോ മറ്റോ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ വാണിഭമായിരുന്നു ഇവിടെ. എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ പിന്നെ ഈ എല്ലായിടത്തും പിന്നെ നാട്ടിൽ ചില പ്രമാണിമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വിഷയങ്ങളൊക്കെ ഇതിൻ്റെ പേരിൽ ഈ പിന്നെ കാളയൊക്കെ കൊണ്ടുവരുമ്പോഴും വെങ്കലപാത്രം കച്ചവടം ചെയ്യുന്നതിൽ ഇതൊക്കെ വാങ്ങി ഒക്കെ ചെയ്തപ്പോൾ ചില സ്വരസ്യങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് നിൽക്കണമെന്നില്ല. പക്ഷേ കാലാന്തരത്തിൽ ഇതിലും വലിയ ചില കാര്യങ്ങൾ വേറെ വരാൻ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഇല്ലാതായി വന്നു. എൻ്റെ ഒരു അന്വേഷണത്തിൽ ഒരു 100 വർഷത്തെ എങ്കിലും പാരമ്പര്യമോ പഴക്കമോ ഇതിനുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ 100 വർഷം മുമ്പൊക്കെ ഇതിലൊരു നടപ്പാതയും കാളവണ്ടിയിൽ ആളുകൾ പോവുകയൊക്കെ ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്ന് ഹിസ്റ്ററിയിൽ നിന്ന് കുറച്ചൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വാണിഭം നടത്തിയിരുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് മനസ്സിലാവത്തില്ല. കാരണം വയലെന്താ, വാണിഭം എന്താ, ഇതൊന്നും. പക്ഷെ അതൊക്കെ ഇപ്പോഴും സൂക്ഷിക്കുന്നതിന് ഒരു തെളിവെന്ന രീതിയിൽ ഈ കൽമണ്ഡപമൊക്കെ ഉപയോഗിക്കാം. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കൽമണ്ഡപം മാത്രമല്ല, അപ്പുറത്ത് നമ്മൾ കണ്ടിരുന്ന ആ കൽത്തൊട്ടി, അന്നിവിടെ കന്നുകാലികളെ കൊണ്ടുവരുമ്പോൾ കന്നുകാലികൾക്ക് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. കല്ലിൽ കൊത്തിയെടുത്തുണ്ടാക്കി അതിനകത്ത് വെള്ളം ഒഴിച്ചു വെക്കും. ഏത് കന്നാലി വന്നാലും വെള്ളം കുടിച്ചിട്ട് പോവാം.
അതായിരുന്നു അത് അതിന്റെ ക്ഷണിച്ച് ഈ ചന്തയ്ക്ക് വരുന്ന കന്നുകാലികൾക്കൊക്കെ വെള്ളം കുടിക്കണോ? വെള്ളം. അതെ അതെ അപ്പൊ കന്നുകാലികളെ പോലും സ്നേഹിച്ചിരുന്നു അന്നത്തെ മനുഷ്യർ. അതെ അതെ അതെ. ഇപ്പോഴത്തെ പോലെ അല്ല അല്ലായിരുന്നു. എന്നതിന്റെ ഒരു തെളിവ്. അല്ല, മാത്രമല്ല കന്നുകാലികളെ സ്നേഹിച്ചിരുന്നു. കന്നുകാലികളായിരുന്നു ആ, മനുഷ്യന്റെ അന്നമെന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ വരുമാനം. തെളിവാണ് ഈ വലിയ കാളകളെയൊക്കെ ആ. കെട്ടി മനുഷ്യൻ തോളിൽ വെച്ചിട്ട് പിന്നെ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നത്. തൻ്റെ സമ്പത്തെല്ലാം, തൻ്റെ പിന്നെ അന്നമെല്ലാം അന്നദാതാവാണ് ആണ് ഈ കാളയും ജീവികൾ എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഉണ്ടായിരുന്നു. നമ്മൾ ഇതിന് മിക്ക കളത്തട്ടുകൾക്കും ക്ഷേത്രങ്ങളുമായി ബന്ധമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ആറ്റുശ്ശേരി കളത്തട്ട് തന്നെ നമ്മുടെ കണിയാപുക ഈ വയലിൽ നിന്നാൽ നമുക്ക് കാണാം അങ്ങേറ്റം കണിയാപുക ദേവീക്ഷേത്രമാണ്. ആ ദേവീക്ഷേത്രത്തിലെ ആചാരങ്ങളുമായും അവിടുത്തെ ഉത്സവവുമായിട്ടും അവിടുത്തെ ദേവിയുടെ പ്രതിഷ്ഠയുമായും ഒക്കെ ബന്ധപ്പെടുത്തിയുള്ള വളരെ വിശ്വാസപൂർവ്വമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു കളത്തട്ട് കൂടിയാണ് ഈ ആറ്റുശ്ശേരി കളത്തട്ടിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇത് ഓല മേഞ്ഞ് തന്നെ നടത്തിയിരിക്കുന്നത്. എല്ലാ കളത്തട്ടുകളും ഓല മേഞ്ഞത് തന്നെ ആയിരിക്കണം. അതിൽ മിക്ക കളത്തട്ടുകളും ഓല മാറ്റിയിട്ട് അത് ഓടാക്കി മാറ്റിയതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ നിർമ്മിതി അങ്ങനെ തന്നെയാണ്. ഇത് നോക്കിയാലും മറ്റ് കളത്തട്ടുകളുടെയും മേൽക്കൂര നോക്കിക്കഴിഞ്ഞാൽ സാറി നേരത്തെ പറഞ്ഞ പെരുന്തച്ചൻ്റെ സൃഷ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമയ്ക്കകത്ത് കണ്ടതുപോലെ ഇതിൻ്റെ തടികൾ ഒരു ആണിയിൽ കൊണ്ടുവന്ന് ചേർത്ത് ഒറ്റ ആണിയിൽ കൊണ്ടുവന്ന് ചേർത്തിട്ടുള്ള നിർമ്മാണ പ്രക്രിയയാണ് നടന്നിട്ടുള്ളത്. പിന്നീട് ഇത് മണ്ണടി ക്ഷേത്രവുമായി ഇപ്പം ഇവിടുന്ന് മണ്ണടി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു വഴി കൂടിയാണ്. 6 കടന്നായിരുന്നു പോരേണ്ടിയിരുന്നതെങ്കിലും ആ പോകുന്ന വഴികളിലെല്ലാം കളത്തട്ടുണ്ട്. ഇവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ മാവടിയിൽ കളത്തട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ താഴത്തുള്ളക്കട ക്ഷേത്രത്തിൽ 2 കളത്തട്ടുകളുണ്ട്. പിന്നീട് തുരുത്തിരമ്പലത്തിൽ കളത്തട്ടുണ്ട്. അവിടെ തൊട്ടപ്പുറത്ത് ഏർത്തുള്ളക്കട കളത്തട്ടുണ്ട്. അപ്പം ഈ ക്ഷേത്രങ്ങളുമായി ചുറ്റി ഇനി അക്കരയിലേക്ക് കയറി കഴിഞ്ഞാൽ ആറിനക്കരെ ഐവറുകാലിലേക്ക് കയറി കഴിഞ്ഞാൽ കീച്ചപ്പള്ളി ക്ഷേത്രത്തിന് മുൻപിലാണ് 2 കളത്തട്ടുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏതോ കാലഘട്ടത്തിൽ നിർമ്മിച്ച കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കൂടിയാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ക്ഷേത്രത്തിൻ്റെ കീച്ചപ്പള്ളി ക്ഷേത്രം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ കൃത്യമായി 2 ഭാഗത്തായി ഫ്രണ്ടിൽ 2 വശത്തായി തന്നെയാണ് സൃഷ്ടിച്ചേക്കുന്നത്. കീച്ചപ്പള്ളിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെയെല്ലാം തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം കളത്തട്ടുകളുണ്ട്. അപ്പം ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും പക്ഷേ മനുഷ്യൻ്റെ യാത്രാ ബുദ്ധിമുട്ടുകളെ എല്ലാം പരിഗണിച്ചുകൊണ്ട് ഇത് നടവഴി മാത്രമായിരുന്നു. ഇവിടെ പാലം കടന്നു വേണമായിരുന്നു. തോടിന് കുറുകെ നടപ്പാലം മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും ജനങ്ങളുടെ സൗകര്യം കൂടി മാനിച്ച് ഭരിച്ചിരുന്ന ഭരണകർത്താക്കൾ രാജാക്കന്മാരുടെ കാലത്ത് ഉണ്ടാക്കിയ ഒരു മഹാസൃഷ്ടിയായിരുന്നു സത്യത്തിൽ ഈ വഴിയമ്പലമെന്നും മണ്ഡപങ്ങളെന്നും കളത്തട്ടുകളിൽ നിന്നും ഒക്കെ പേരിൽ അറിയപ്പെട്ട ഈ സ്ഥാപനങ്ങൾ. പക്ഷേ മിക്ക കളത്തട്ടുകളും നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശത്തെ ഒരു പ്രത്യേകത. ഒന്നും നാശോന്മുഖമായി കിടക്കുന്നില്ല.